ഇന്ത്യൻ മഹാസമുദ്രത്തിന് തീരത്ത് സുമാത്ര ദ്വീപിലെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പദാങ് എന്ന തീരദേശ പട്ടണത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. സുമാത്രയിലെ ഒരു തുറമുഖ പട്ടണമായ ഇവിടെ നിന്നും ജാവ എന്ന് പറയുന്ന മെയിൻ ഐലൻഡിലേക്ക് ഷിപ്പ് കിട്ടുമോ എന്നറിയാനായാണ് നമ്മൾ ഇവിടേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ ഒരു പാസഞ്ചർ ഷിപ്പ് സർവീസ് ഇവിടെ നിന്നും ഇല്ല എന്നറിഞ്ഞതിനെ തുടർന്ന് നമ്മൾ പദാങ്ങിൽ നിന്നും ഇനി ബസ് പിടിച്ച് ബഖോയ്നി എന്ന് പറയുന്ന മറ്റൊരു തുറമുഖ പട്ടണത്തിലേക്ക് പോവുകയാണ്. അവിടെ നിന്നും നമുക്ക് ജാവ ഐലൻഡിനെ കണക്ട് ചെയ്യുന്ന ഷിപ്പ് പിടിച്ച് ജാവയിലേക്ക് എത്തിച്ചേരണം. ഇനിയുള്ള ദിവസത്തെ യാത്രകളും കാഴ്ചകളും ഒക്കെ ജാവയിലായിരിക്കും. ഒരുപാട് കാഴ്ചകളും ഓർമ്മകളും തന്ന നമ്മളുടെ സുമാത്ര ദ്വീപിനോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു. ഞാൻ അതിരാവിലെ തന്നെ എണീറ്റു. നമ്മുടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ഓൺലൈൻ ഗ്രാബ് വിളിച്ച് വണ്ടിക്കായി വെയിറ്റ് ചെയ്യുകയാണ്. വണ്ടി വന്നതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടുത്തെ ബസ് സ്റ്റേഷനിലേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ പോയി ഈ പറയുന്ന ബഖോയ്നിയിലേക്കുള്ള ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. 6,75,000 രൂപയാണ് ചിലവായത്. അങ്ങനെ നേരെ ബസ് സ്റ്റേഷനിലേക്ക് വന്നെത്തി. നമുക്ക് പോകാനായിട്ടുള്ള വണ്ടി അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദീർഘയാത്ര ഈ ബസ്സിലാണ്. നമ്മളെന്തായാലും ആദ്യത്തെ ആളായിട്ട് തന്നെ കയറി. അടുത്ത 30-32 മണിക്കൂർ ഇനിയിപ്പോൾ ഈ ഒരു ബസ്സിലാണ് കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലിനിങ്ങനെ റെസ്റ്റ് ഇല്ലേ, ആ ഒരു സാധനമുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ 6,70,000 രൂപയുടെ ബസ് ടിക്കറ്റ് വന്നത്. ബാത്റൂം ഇതാ, ടോയ്ലറ്റൊക്കെ ഇവിടെയുണ്ട്, സെറ്റാണ്. അപ്പം ദീർഘമായ യാത്ര. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. ഇനി പോകുന്നത് സുമാത്രയുടെ വെസ്റ്റേൺ കോസ്റ്റൽ സൈഡ് വഴി നേരെ സൗത്തിലേക്കാണ്. അവിടെയാണ് നമ്മളുടെ ബഖോയ്നി പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു പോർട്ടാണ് ശരിക്കും സുമാത്രയും അതുപോലെ തന്നെ ജാവ ഐലൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. പോകുന്ന വഴിയിൽ ഒട്ടേറെ കാടുകളൊക്കെ കടന്നു വേണം നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മളുടെ നാഗാലാൻഡിലേക്ക് ഏകദേശം ഭൂപ്രകൃതിയെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വഴികളിലൂടെയാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധിയായ മലനിരകൾ ഇറങ്ങുകയും കയറുകയും ഈ യാത്രക്കിടയിൽ നമ്മൾ ചെയ്തു. അതിനിടയിൽ ഇവരുടെ കൃഷിയിടങ്ങളും നമ്മൾക്ക് കാണാനാവുന്നുണ്ട്. നെൽകൃഷിയും മറ്റുമാണ് ഇവരുടെ പ്രധാനം. അതിനിടയ്ക്ക് വീണ്ടും കാടുകൾ വന്നു പോയിക്കൊണ്ടേയിരുന്നു. ഭക്ഷണം കഴിക്കുവാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും വേണ്ടിയായിട്ടാണ് ബസ് ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നത്. പിറ്റേന്ന് രാവിലെ കണ്ണു തുറന്നപ്പോൾ മുതലുള്ള കാഴ്ച എണ്ണപ്പനത്തോട്ടങ്ങളുടെ ആയിരുന്നു. കടലുപോലെ എണ്ണപ്പനകൾ അങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു യാത്രയിൽ സുമാത്രയിൽ നിന്നും നമുക്ക് മനസ്സിലായത് ഇവരുടെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് എണ്ണപ്പനകൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഉച്ച കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മളുടെ പോർട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ പോകുന്ന വഴികളൊക്കെയും ഉണ്ടല്ലോ വളരെ വിജനമായിരുന്നു. അങ്ങനെ കുറച്ചധികം ദൂരം ഓടി ദൂരെയായിട്ട് നമുക്ക് ആ ഒരു പോർട്ട് സിറ്റി കണ്ടു തുടങ്ങി. ദൂരങ്ങളിലായിട്ട് കപ്പലുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ചയും അതുകൂടാതെ കടലിലുള്ള ചെറിയ ചെറിയ ദ്വീപുകളുടെ കാഴ്ചയൊക്കെ നമ്മളുടെ മുമ്പിലേക്ക് വന്നെത്തിച്ചേർന്നു. കനത്ത കാവലുകൾക്ക് നടുവിൽ ദൂരെയായിട്ട് നമുക്ക് പോർട്ടിൻ്റെ കവാടം കണ്ടു തുടങ്ങി. വാഹനങ്ങൾ വരിവരിയായി കാത്തു കിടക്കുകയാണ്. അധികം ആളുകളിലേക്ക് എത്താത്ത നമ്മളുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും. അതിന് കമൻറ്റ് ബോക്സിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഇതുപോലെ സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പോയിന്റുകൾ സമ്മാനിച്ച് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഒരാഴ്ചയിൽ 3 തവണ നിങ്ങൾക്കിത് ഫ്രീ ആയി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവില്ലേ? വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. ഇംഗ്ലീഷിലുള്ളവർക്ക് മലയാളത്തിലായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീഡിയോയുടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ എടുത്ത് അതിൻ്റെ അകത്ത് ഓഡിയോ ട്രാക്ക് എന്നുള്ളതിൽ മലയാളം ഒറിജിനൽ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഫൈനലി താങ്ക് യു. നമ്മളങ്ങനെ പോർട്ടിലെത്തി. ആക്ച്വലി ഉണ്ടല്ലോ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മാറി കേട്ടോ, അല്ലെങ്കിൽ ആ ബസ് എന്നെ കൊണ്ട് പോകും. നമ്മുടെ ഈ ഒരു ബസ്സൊക്കെ കണ്ടോ, ഇതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളുടെ ജക്കാർത്തയ്ക്ക് പോകുന്ന ബസ്സാണ്. അതായത് ഡയറക്റ്റ്ലി ബസ് ഇങ്ങനെ വന്ന് ഷിപ്പിൽ കയറ്റി ഫെറിയിലെടുത്ത് അപ്പുറം കൊണ്ടുപോകുന്ന രീതി, ഒറ്റ ടിക്കറ്റിൽ. പക്ഷേങ്കിൽ ഞാൻ ജക്കാർത്തയ്ക്കല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഇറങ്ങുവാണ്. എന്നെ അവിടെ നേരെ സെക്യൂരിറ്റിയാണ് വിളിച്ചത്. ഞാൻ അപ്പോഴത്തേക്കും വിഷയം മാറ്റി. ഞാൻ സാത്തേ അന്വേഷിച്ചതാ. സാത്തേ ട്രഡീഷണൽ സാത്തേ കഴിക്കാമെന്ന് വിചാരിച്ചു. സാത്തേ കഴിച്ചതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് പോകാവേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സാത്തേ ഇവിടെ വന്നതിന് ശേഷം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ സിൽവീൻ്റെ അടുത്ത് നിന്ന് അവിടെ നിന്ന് അവർ വാങ്ങി തന്ന് കഴിച്ചത്. ഈ താത്ത ഇവിടെയുള്ളതാണ് കേട്ടോ. ഹലോ, ഇന്തോനേഷ്യ. പിന്നെ ഞാൻ അവിടെ നിന്ന് എന്താ പെട്ടെന്ന് സാത്തയുടെ ഷോപ്പിലോട്ട് വന്നതെന്നറിയാവോ? ഞാൻ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ആ സെക്യൂരിറ്റി നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഷൂട്ട് പറ്റത്തില്ല. പുള്ളിക്കാരൻ എന്നെ പിടിച്ചു. അപ്പം ഞാൻ വിഷയം മാറ്റി. ഞാൻ ഇതെന്താ എങ്ങനെ അകത്തോട്ട് പോകാമെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ട ആ വിഷ്വൽ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ആ വിഷയം അങ്ങനെ കിട്ടിയത്. അവിടെ എല്ലാം അടുത്ത ഷിപ്പിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ചരക്ക് ലോറികളാണ് കേട്ടോ കാണുന്നത്.
ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ ഒരു ശരിക്കൊരു എയർപോർട്ട് ബിൽഡിംഗ് പോലെ തന്നെയാണ് കേട്ടോ. വളരെ ഫെസിലിറ്റീസ്. എനിക്കുണ്ടല്ലോ ടിക്കറ്റ് ഇതാ ഓൾറെഡി ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്. അതെങ്ങനെ എടുത്തതെന്നല്ലേ അതിൻ്റെ ഒരു കഥ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. എന്തായാലും ഇവിടെ ആദ്യമേ വന്നിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണേ. റെഗുലർ ഉണ്ട്, എക്സ്പ്രസ് ഉണ്ട്. അതിൽ റെഗുലറാണ് ഞാൻ എടുത്തത്. റെഗുലറിന് റേറ്റ് കുറവാണ്, അതുപോലെ ടൈം എടുക്കും കേട്ടോ. എന്തായാലും അവിടെ പോയി അവിടെ നിന്ന് ടിക്കറ്റ് കിട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകണം. ആക്ച്വലി ഞാനെടുത്ത ഫെറി ഉണ്ടല്ലോ 4 മണിയുടെയാണ്, സമയം 2:30 ആയതേ ഉള്ളൂ. അവിടെ ഒരു ഫെറി കിടപ്പുണ്ട്. എന്നെ പറഞ്ഞു ടൈമിംഗ് ഒന്നും കുഴപ്പമില്ല, അതിന് വേണേൽ കയറി പൊക്കോളാം. ദൈവമേ ഇതെന്താ അങ്ങനെ. ഏതായാലും നമുക്ക് പോയി നോക്കാം. നേരത്തെ എത്താൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ. ഒന്നും പറഞ്ഞില്ല, എന്നോട് കയറി പൊക്കോളാൻ പറഞ്ഞു. ഞാൻ കയറിയേ. ഇവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇതുവഴി മുമ്പോട്ട് പൊക്കോളാൻ എന്നോട് പറഞ്ഞു. എനിക്കറിയാൻ പാടില്ല എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. എന്തായാലും പോകൽ തന്നെ. നമ്മളിവിടെ കയറി വന്നു. ദിസ് ഈസ് എക്സിക്യൂട്ടീവ്. ഓക്കെ, താങ്ക് യു. എക്സിക്യൂട്ടീവ് 10,000. എക്സിക്യൂട്ടീവിൽ 10,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിക്യൂട്ടീവിലേക്ക് അപ്ഗ്രഡേഷൻ കിട്ടും. അതല്ല എക്കണോമി ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ മതിയേ. ഈ ഒരു ഭാഗം ശരിക്കും നിങ്ങൾ നോക്കിയാൽ ഫുള്ള് ദ്വീപുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് നമ്മളുടെ സുമാത്രയുടെ ഭാഗം വരുന്നത്. ഇവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് ശരിക്കും നമ്മളുടെ ജക്കാർത്ത, ജാവ, ബാലി ആ സൈഡിലേക്ക് അല്ലേ, അങ്ങോട്ടേക്കുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫെറി എന്ന് പറയുന്നത്, ബെക്കോവിനി ഫെറി. ഇവിടെ കണ്ടെങ്കിൽ ആളുകളിങ്ങനെ ഇതിൻ്റെ സൈഡിലേക്ക് ഇരിക്കുന്നത്, ഇതാണ് നോർമലി എക്കണോമി വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പുറത്തിരുന്ന് നമ്മളിങ്ങനെ പോകണം. അതല്ല റൂം വേണമെങ്കിലാണ് എക്സ്ട്രാ പൈസ വരുന്നത്, 10,000 രൂപ. അത് അതിൻ്റെ ഉള്ളിൽ ഈസിയൊക്കെ ആയിട്ട്. ഓ നൈസ്. അന്നേരം ഇതിന് എമൗണ്ട് വരുന്നത് 22,000 രൂപയാണ്. അതായത് നമ്മളുടെ 100-110 രൂപ ആ ഒരു റേഞ്ചാണ് വരുന്നത്, 120 രൂപ. പക്ഷേങ്കിൽ എ സി ഉള്ളത് സെറ്റപ്പ് ഉള്ളിലുണ്ട്. അതാണിത്. അതിന് നമ്മൾ എക്സ്ട്രാ ഒരു 10,000 രൂപ, അതായത് 10,000 എന്ന് പറയുമ്പോൾ നമ്മളൊരു എക്സ്ട്രാ ഒരു 50 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടൊക്കെ പോവാം. വേണ്ട, എനിക്ക് പുറത്ത് നിന്നാൽ മതി. പൈസേൻ്റെ അല്ല, നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാമല്ലോ. ഇന്തോനേഷ്യയിൽ എത്തിയതിന് ശേഷം ഞാൻ കയറിയതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പാണ് കേട്ടോ ഇത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പവും നല്ല ഹൈറ്റും വീതിയും ഒക്കെ ഉണ്ട്. ഓരോ പോക്ക് കഴിയുന്നതിന് നമ്മൾ ഷിപ്പിൻ്റെ വലിപ്പം കൂട്ടിക്കൂട്ടി വരുവാണ്. അങ്ങ് ദൂരെ നിന്നും മറ്റൊരു സർവീസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ എടുത്ത ഷിപ്പിൻ്റെ ടിക്കറ്റും ഇതും തമ്മിൽ എല്ലാത്തിലും വ്യത്യാസമുണ്ട്. എനിക്കിപ്പോൾ ഒരു ചെറിയ പേടി കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. ദൈവമേ, ഈ സാധനം എങ്ങനെ ഞാൻ ഉദ്ദേശിച്ച മെറാക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകൂലേ എന്നുള്ളതാണ് കേട്ടോ. ദൈവമേ, വേറെ വല്ല കരയിലും കൊണ്ടുപോയി അടുപ്പിക്കുക പോലും. ഇവിടെ നിന്നും ഇനിയിപ്പോൾ നമ്മൾ കപ്പൽ കയറി ഈ ഒരു കടലിനെ ക്രോസ് ചെയ്ത് ജാവയുടെ വടക്കു ഭാഗത്തുള്ള മെറാക്ക് എന്ന് പറയുന്നൊരു തുറമുഖ പട്ടണമുണ്ട്, അവിടേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ ശരിക്കും ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ഇതുപോലത്തെ സ്ലോ ഫെറികളാണ്. സ്ലോ ഫെറികൾ സർവീസ് നടത്തുന്നുണ്ട്. അപ്പം ഇത് 3 മണിയുടെ സർവീസ് നടത്തേണ്ടതാണ് എന്ന് തോന്നുന്നു കേട്ടോ. 3 മണി 4 മണി ജസ്റ്റ് 1 മണിക്കൂറിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം പൊക്കോളാൻ പറഞ്ഞത് എന്നോടെ. ഇതിൻ്റെ പുറത്തുണ്ടല്ലോ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അകത്താണെങ്കിൽ എ സി കിട്ടും, അതിനാണ് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ വന്നു. ഇത് ശരിക്കും കുറേ ഏരിയ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഈ നമ്മളുടെ ബാൽക്കണി ഏരിയയിൽ. അപ്പം നിൽക്കേണ്ട ആളുകൾക്ക് വേണമെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ നിർത്തിയിട്ടും പോകാൻ പറ്റും കേട്ടോ. ഇവിടെ നല്ല ഇങ്ങനെ ഉള്ളിലേക്കുള്ള വഴി കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ല, താഴെ മാത്രമാണ് പൈസ കൊടുത്തിട്ട് ആൾക്കാരെ കയറ്റി വിടുന്നത്. ടോയ്ലറ്റ് സൗകര്യം വേണ്ടവർക്ക് എല്ലാവർക്കും ടോയ്ലറ്റ് ഇവിടെയുണ്ട്, അതുകൂടാതെ താഴെയുണ്ട്. ഈ സാധനം ഇങ്ങനെ കറങ്ങി ഷിപ്പിൻ്റെ ഒരു സൈഡിൽ കൂടി അങ്ങനെയേ പോകുന്നുണ്ട്. ഇതിലേക്ക് ശരിക്കും അലൗഡ് ആണോ, അത് നമുക്ക് പോകാൻ പറ്റുമോ? ഇവിടെ ഇതാ എമർജൻസി മറ്റേ നമ്മുടെ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ എമർജൻസി ബോട്ടുകൾ ഉണ്ട് കേട്ടോ രക്ഷപ്പെടാനുള്ളത്. അപ്പോൾ എന്തായാലും മുങ്ങിയാലും വിഷയമൊന്നുമില്ല, നമുക്ക് രക്ഷപ്പെടാം. ഈ കാണുന്ന ബോട്ടില്ലേ, ഇതുപോലത്തെ ഒന്ന് നമ്മളുടെ കേരളത്തിൻ്റെ അവിടെ ആ ഒരു കപ്പൽ കയറുന്ന സമയത്ത് അടുത്തിട്ടുണ്ടായിരുന്നു, കരയ്ക്കടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ സാധനമാണിത്. അതുകൂടാതെ ഒരു എന്തായിരുന്നു ക്യാപ്റ്റൻ സംതിങ് അങ്ങനെ പറഞ്ഞിട്ടൊരു സിനിമയുണ്ടല്ലോ, എന്തായിരുന്നു ക്യാപ്റ്റൻ ജൂനിയർ. അതായത് മറ്റേ കടൽ കൊള്ളക്കാർ ഒരു ഷിപ്പ് തട്ടിയെടുക്കുന്നത്, എന്നിട്ട് അതിൻ്റെ അകത്ത് ക്യാപ്റ്റനെ കൊണ്ടുപോകുന്നതും എന്നിട്ട് അവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു സിനിമ. ഞാൻ പേര് മറന്നുപോയി. ഒരു അടിപൊളി സിനിമയാണ്. ആ സിനിമയിൽ ഇതുപോലത്തെ ഒരു ബോട്ടിലേക്കാണ് അവസാനം കടൽ കൊള്ളക്കാർ ക്യാപ്റ്റനെ തട്ടിക്കൊണ്ട് പോകുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് തടവിൽ വെക്കുന്നത്. എന്തൊക്കെ ഓർമ്മകളാണ്. ഞാൻ അവിടെ നിന്ന് നടന്ന് കുറേ ദൂരം വന്നേ. അന്നേരം ഉൾഭാഗം നമുക്ക് കാണാം ഇവിടെ നിന്ന്. ശരിക്കും അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല കുഷനുള്ള സീറ്റുകളും ഈസിയൊക്കെയാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം. നേരെ നടന്ന് ഞാനേ വണ്ടികളൊക്കെ കയറ്റുന്ന ആ ഒരു ഭാഗമില്ലേ, അതിൻ്റെ ആ ഒരു സൈഡിലേക്ക് തന്നെ വന്നു. ഇതിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മൾ കയറി അകത്തോട്ട് പോയത്. ഇവിടെ ഇപ്പോൾ കുറേ ട്രക്കുകൾ കണ്ടോ നിങ്ങൾ. ആ ഒരു ട്രക്കിൻ്റെ വലിപ്പം വലിയ ട്രക്കുകളാണ്. അതുപോലത്തെ 1, 2, 3, 4, 5, 6 തന്നെ ഇത് ഈ ഒരു ഭാഗത്ത് കൊണ്ടിട്ടുണ്ട്. അന്നേരം നിങ്ങൾ ചിന്തിക്കുക അത്രമാത്രം വലിപ്പം ഈ ഒരു ഷിപ്പിന് ഉണ്ട് എന്നുള്ളത്. ഇവിടെ നമുക്ക് നമ്മുടെ പോലെ തന്നെയുള്ള മറ്റൊരു ഷിപ്പ് ഇങ്ങോട്ടേക്ക് അടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ നീല കളറിലൊരു സാധനം, അത്
വീര കെൻകാന അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ. നൈസല്ലേ. ഇതുപോലെ നമ്മളും പോവും. അടുക്കുമല്ല കേട്ടോ, അത് പോവുക അല്ല അടുക്കുക. ഇത് പോവുകയാണ്, അടുക്കുവാണോ? വെൽക്കം ടു പോർട്ട് ബെക്കൗനി എന്ന് പറഞ്ഞിട്ട് ഇത് അവിടെ നമുക്കൊരു ബോർഡ് കാണാം. അതിൻ്റെ അപ്പുറമായിട്ട് മറ്റൊരു ഷിപ്പ് ഇത് അവിടെയും കിടപ്പുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ നിന്നുണ്ടല്ലോ ഞാൻ മാപ്പ് എടുത്ത് വെച്ച് നോക്കി. ഇപ്പം ആ ഒരു സൈഡ്, ആ ഒരു സ്ഥലം ഓപ്പണായിട്ട് നമ്മൾ കാണുന്നില്ലേ, അത് വന്നിട്ട് നമ്മളുടെ കളിമന്താൻ എന്നൊക്കെ പറയുന്ന ആ ഒരു റൂട്ടിലേക്ക് പോകുന്ന ഷിപ്പുകൾ പോകുന്ന സ്ഥലമാണ്. അതായത് നമ്മളുടെ ബ്രൂണി അതുപോലെ തന്നെ നമ്മളുടെ മലേഷ്യയുടെ ഭാഗമൊക്കെ ഉള്ള ദ്വീപ്, ആ ഒരു ദ്വീപിലേക്ക് പോകുന്നത് ഇങ്ങോട്ടേക്കാണ്. ശരിക്കും നമ്മളുടെ മെറാക്ക് സൈഡ് പോകേണ്ടത് നേരെ ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. നമ്മുടെ ഷിപ്പ് ഏകദേശം പുറപ്പെടാറായി. അപ്പോഴത്തേക്കും അപ്പുറത്തെ ഷിപ്പിൽ കണ്ടോ നിങ്ങൾ ആളുകളെ ലോഡ് ചെയ്യുന്ന, അതായിരിക്കും 4 മണിയുടെ. ആക്ച്വലായിട്ട് ഞാൻ കയറി പോകേണ്ട സാധനം അതാണെന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ തല അങ്ങടാ തിരിഞ്ഞെടുക്കുന്നത്. മനുഷ്യനെ ടെൻഷനാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തലയാണ് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് തിരിഞ്ഞെടുക്കുന്നത്. അപ്പോഴേ പതാങ്ങിലൊക്കെ വന്നിട്ട് നമ്മളുടെ ജക്കാർത്ത പോകാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് മാറി കയറേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും ബസ് എടുക്കുന്ന സമയത്ത് നേരെ ജക്കാർത്തയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടിക്കറ്റ് അടക്കമുള്ള സാധനങ്ങൾ അവരെടുത്ത് തരും. അപ്പോൾ ശരിക്കും നമ്മളെ സംബന്ധിച്ച് അതാ കുറേ കൂടി ഈസി. അല്ലാതെ നമ്മൾ വന്ന് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അങ്ങനെ എടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ നിന്നും ഓൺലൈനിലല്ലാതെ ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ചെക്ക് ചെയ്തില്ല. ഇതിൻ്റെ ഉണ്ടല്ലോ മേലെ ഇനിയും സ്ഥലമുണ്ട് കേട്ടോ. അതേ നോക്കിയാൽ അടുത്ത നില. അപ്പോൾ ഇത് കയറി നമ്മൾ ആകാശത്ത് എത്തുമെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയാണ് എല്ലാവരും മെയിനായിട്ട് വന്ന് ഇരിക്കുന്നത്. അതായത് റെസ്റ്റോറൻറ്റ് ഏരിയയൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇത് കണ്ടോ ഈ കാണുന്ന, ഇവിടെ വന്ന് നമുക്ക് ഫുഡൊക്കെ നമ്മൾ അന്ന് സബാങ്ങിന് വരുമ്പോഴും കണ്ടില്ലായിരുന്നോ, അതേപോലെയുള്ള മേലത്തെ തട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം, വിശ്രമിക്കാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു പോർട്ടിൽ നിന്നും നമ്മളുടെ ഇന്തോനേഷ്യയുടെ മറ്റ് ചെറുദ്വീപുകളിലോട്ടും കണക്ട് ചെയ്ത് ഷിപ്പുകൾ പോകുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കാണാൻ പറ്റും. നല്ല ആക്റ്റീവായിട്ടുള്ളൊരു പോർട്ടാണിത്. ഇവിടെ നിങ്ങൾ ഇതുപോലൊരു ബിൽഡിങ് കാണുന്നുണ്ടോ? ആ ഒരു ബിൽഡിങ് എക്സാക്ട്ലി ആ ഒരു ഭാഗത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തിയത് നോക്കട്ടെ, ഞാൻ തപ്പിക്കണ്ടുപിടിക്കട്ടെ. അങ്ങ് ദൂരെ കണ്ടങ്ങൾ ആ ഒരു ഭാഗത്തും ഉണ്ട് കേട്ടോ. അതൊന്നും ഇവിടുത്തെ പ്രധാനപ്പെട്ട നിർമ്മിതിയാണ്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു ടൈമൊന്നുമില്ല. ശരിക്കും നോക്കിയാൽ ഞങ്ങൾ പ്രധാനപ്പെട്ട ടിക്കറ്റ് എടുക്കുന്ന പോയിന്റ് അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി നടന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അതിന് ക്രോസ് ചെയ്ത് വന്നു. ഇവിടെയാണ് ഷിപ്പുകൾ നിർത്തുക. ആ ഷിപ്പിലോട്ട് ശരിക്കും നമ്മളുടെ എയർപോർട്ടിലൊക്കെയുള്ള എയറോ ബ്രിഡ്ജില്ലേ, അതുപോലത്തെ ബ്രിഡ്ജ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ അത് അകത്തി. അപ്പം അതങ്ങനെ അതുവഴിയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നത്. ഷിപ്പേ പതുക്കെ ഇപ്പം അനങ്ങുന്നുണ്ട്. പതുക്കെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ കരയിലേക്ക് വലിച്ചു കെട്ടിയ ആ വടമെല്ലാം അഴിച്ചു വിട്ടു. അതാണ് ഒരു പാമ്പിനെ പോലെ വെളിഞ്ഞ് കയറി ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി നമ്മളുടെ സുമാത്രയുടെ കരയോട്, സുമാത്ര ദ്വീപിൻ്റെ ഈ ഒരു ഭാഗത്തോട് ബൈ പറയാണ്. സുമാത്ര ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്ക് തന്നു അല്ലേ? എത്ര നല്ല ആളുകളെ തന്നു അല്ലേ? നമ്മളുടെ ആഗ്നസിനെ ആദ്യം, അതിനുശേഷം നമ്മളുടെ സയ്യിദ്, പിന്നെ നമ്മൾ ആ ഒരു ഗ്രാമത്തിൽ കണ്ട ആളുകൾ, പിന്നെ നമ്മളുടെ സിൽവിയ, അവരുടെ ഫാമിലി. ശരിക്കും സുമാത്ര ഭയങ്കര സ്നേഹമുള്ള, നല്ല ജെന്യുവനായിട്ട് ആളുകളുള്ള ഒരു നാടായിരുന്നു. ശരിക്കും അവരുടെ കൾച്ചറും എല്ലാം വ്യത്യാസമായിരുന്നു. നിങ്ങളും തീർച്ചയായിട്ടും നമ്മളുടെ ഇന്തോനേഷ്യയിൽ വരുന്ന സമയത്ത് സുമാത്രയിൽ ആദ്യമേ വരണം കേട്ടോ. കാരണം സുമാത്രയിൽ വരുമ്പോഴാണ് എനിക്കിപ്പോൾ വന്നതിലൊരു ഫീല് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആതിഥ്യ മര്യാദയുള്ള, സ്നേഹമുള്ള, ജെന്യുവൻ ആയിട്ടുള്ള മനുഷ്യരെയും അതുപോലെ തന്നെ അധികം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാത്ത ടൂറിസം ഏരിയകളും സുമാത്ര നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സുമാത്ര വിസിറ്റ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൂടെ ഒക്കെ പോകണം. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും അടുത്തുള്ള ജസ്റ്റ് 150 കിലോമീറ്റർ താഴെ ദൂരത്ത് നമുക്ക് ഇന്ത്യയിൽ നിന്നും അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ സബാങ് ഐലൻഡ് ഒക്കെ ജസ്റ്റ് നിങ്ങൾ വന്ന് കാണേണ്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വരിക. ബൈ സുമാത്ര. തിരിച്ചു വരും. ഞാൻ ബൈ പറഞ്ഞ് വന്ന എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും സുമാത്രയിലേക്ക് ഞാൻ വീണ്ടും വരുമെന്നുള്ളത്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? നമ്മളുടെ ഷിപ്പ് പോകുന്നത് ആ ഡയറക്ഷനിലല്ല, നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സെയിം അതേ ഡയറക്ഷനിൽ തന്നെയാണ് കേട്ടോ. സോ ഈ സാധനം നമുക്ക് ജക്കാർത്തയിലേക്ക് പോകുന്ന ആ റൂട്ടിലേക്ക് എത്തും. അതായത് മെറാക്ക് എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തും. ഈ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ, ഇതുണ്ടെങ്കിൽ ചെറിയ ഇതുപോലെ ആൾതാമസമൊന്നും ഇല്ലാത്ത കുറച്ച് മണ്ണ് മാത്രം പൊങ്ങി നിൽക്കുന്ന ടൈപ്പ് ഐലൻഡുകൾ നമുക്ക് കാണാവേ. അവിടെ ചെറിയ എന്തോ സിഗ്നലിങ്ങിൻ്റെ സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നുമില്ല. കുറച്ച് മരങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഷിപ്പുണ്ടല്ലോ, നിന്ന നിപ്പിലൊരു യൂട്ടേൺ എടുക്കുന്നുണ്ട്. എൻ്റെ ചങ്കെടുപ്പ് വീണ്ടും കൂട്ടാനായിട്ട് കൊണ്ടാരോടൊക്കെ ദൈവമേ.
ഇത് എങ്ങോട്ട് തിരിയുന്നത്? അങ്ങോട്ടേക്ക് നമുക്ക് പോകേണ്ട ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണല്ലോ തിരിയുന്നത്. ശരിക്കും ആരോടെങ്കിലും ചോദിച്ചാൽ മതി. ചോദിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം ഞാൻ 1 മണിക്കൂർ മുമ്പുള്ള വേറൊരു ഷിപ്പിലല്ലേ കയറിയത്. ഷിപ്പ് ഇങ്ങനെ U-turn ഒക്കെ അടിക്കാൻ പറ്റുമെന്നുള്ളത് എൻ്റെ പുതിയ അറിവാണ് കേട്ടോ. നോക്കി നിങ്ങൾ, നമ്മൾ നിന്ന് നമ്മളുടെ ബഖോനി തുറമുഖം അവിടെ നിന്ന് കറക്റ്റ് U-turn അടിച്ചാണ് വരുന്നത്. ശരിക്കും ഇത് ആ ഒരു പോർഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോകേണ്ടത്. ശരിക്കുമേ നമുക്ക് ഇവിടെ നിന്നും പുറത്തോട്ട് മെയിൻ കടലിലോട്ട് ഇറങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ U-turn അടിച്ച് ശരിക്കും ഈ ഒരു ഗ്യാപ്പ് വഴി ഈ ഒരു കടലിൻ്റെ അതിലേ വേണം കയറി പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് U-turn അടിച്ചാണ് കേട്ടോ. വെറുതെ ആരും പേടിക്കണ്ട, എന്നെപ്പോലെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ നമ്മൾ അപ്പുറം പോയി ഇറങ്ങുവാണെങ്കിൽ അത് വലിയ ലക്ക. കാരണം ഇതിൻ്റെ ഒരു എന്തായാലും ഒരു 5-6 ഇരട്ടി പൈസ ആകും അങ്ങ് എത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു പൈസക്ക് അവിടെ പോയി ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ അതും ലാഭമല്ല നമുക്ക്. അതോ അങ്ങ് ദൂരെയായിട്ട് ഞാൻ ടിക്കറ്റ് എടുത്ത ഫെർസി ആ ഷിപ്പ് അവിടെ നിന്ന് എടുത്തു. ഈ ഫെർസി എന്ന് പറയുന്ന കമ്പനി ഇവിടുത്തെ പ്രധാനപ്പെട്ട കമ്പനിയാണെന്ന് തോന്നുന്നു കേട്ടോ. അത് മാത്രമൊന്നുമല്ല, എന്തായാലും ഇവിടെ 1 മണിക്കൂർ ഇടവിട്ട് സർവീസുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ വിട്ട് കിടക്കുന്ന പല ദ്വീപിലും ഇതുണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ കൃഷിയിടങ്ങളാണ് കേട്ടോ കാണുന്നത്. ബൈ സുമാത്ര, വീണ്ടും വരാം. ഒരുപാട് ഓർമ്മകൾ തന്നതിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും. കപ്പൽ വിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ ഗായക സംഘമെല്ലാം വന്നു. ഇവർ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. ഓരോ ടേബിളിനടുത്ത് വന്ന് നിന്ന് പാട്ടൊക്കെ പാടി മ്യൂസിക്കൊക്കെ ഇട്ട് കൊള്ളാം. ഇതൊരു ബോറൊന്നാവില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റും. ഇവർ വെറുതെ പാട്ട് പാടുന്ന കലാകാരന്മാരല്ല. ഇവർ ശരിക്കും പാട്ട് പാടിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ, എന്തെങ്കിലുമൊക്കെ പൈസകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങ് ദൂരെയായിട്ട് നമുക്ക് മറ്റൊരു കര കണ്ടു തുടങ്ങി. ശരിക്കും ആ ഒരു കരയുടെ ഒരറ്റത്തുണ്ടല്ലോ ആ ഒരു മതിൽ പോലെയാണ് കേട്ടോ മലനിരകൾ കാണുന്നത്. അതുകൂടാതെ നിരവധിയായിട്ടുള്ള വ്യവസായ സംരംഭങ്ങൾ അവിടെ ഉണ്ട് എന്ന് തോന്നുന്നു. അതുകൂടാതെ ഉണ്ടല്ലോ ഇവിടുന്ന് കാണുമ്പോൾ അവിടുത്തെ ആകാശവും അതുപോലെ തന്നെ ഒരു മൂടി നിൽക്കുകയാണ് കേട്ടോ. പക്ഷേങ്കിൽ വെള്ളത്തിന് നല്ല നീല കളറാണ്. പിന്നെ ആ ഒരു തീരത്തോട് അടുക്കുന്നതിന് നമ്മളുണ്ടല്ലോ ഒരുപാടധികം കപ്പലുകളുടെ കാഴ്ചകൾ കാണുന്നുണ്ട്. ഇത്രയധികം കപ്പലുകളെ ഒരുമിച്ച് ഞാൻ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. അത് ശരിക്കും അതിൻ്റെ എണ്ണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് വീണ്ടും കുറച്ചുകൂടി നമ്മൾ ഉള്ളിലോട്ട് ചെന്നപ്പോഴാണ് കേട്ടോ. ശരിക്കും ഈ ഒരു ട്രാഫിക് ബ്ലോക്കുകളിലൊക്കെ വണ്ടികൾ നിർത്തിയിടില്ല, അതുപോലെ തന്നെ കപ്പലുകൾ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ അങ്ങനെ തീരത്തേക്ക് അടുക്കുകയാണ്. ആ ഒരു സമയത്ത് നമുക്കങ്ങ് ദൂരെയായിട്ട് ചില എഴുത്തുകളും മറ്റുമൊക്കെ കാണാം. എന്തായാലും ഇനിയിപ്പം ഇറങ്ങേണ്ട ടൈമായി. അതുകൊണ്ട് തന്നെ ഞാൻ മേളത്തെ നിലയിൽ നിന്നും താഴത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴത്തേക്കും ആളുകളെല്ലാം ആ ഒരു തീരം നോക്കി പോകാനായിട്ട് തയ്യാറായി റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്കിതാ ഈ കാണുന്ന ആ ഒരു ഭാഗമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട മെറാക്കിൻ്റെ പോർട്ട് ഭാഗം എന്ന് പറയുന്നത്. ഞാനേ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ടിക്കറ്റ് ഞാൻ എങ്ങനെയാണ് എടുത്തതെന്നുള്ളത് പറഞ്ഞു തരാമെന്ന്. അതിൻ്റെ പിന്നിലെ വേറൊരു കഥയുണ്ട് കേട്ടോ. നമ്മളെ സഹായിക്കാൻ സുമാത്രയിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും ഇവിടെയും എന്തെങ്കിലുമൊക്കെ കാണാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമോ? അപ്പുറം നിർത്തേക്കുന്ന ഫെറീസി എന്ന് പറയുന്ന ആ ഒരു സർവീസിലേക്ക് അവിടെ നിന്നും സുമാത്രയ്ക്ക് പോകാനുള്ള വണ്ടികളും ലഗേജും ലോഡും ഒക്കെ കയറി പോകുന്നുണ്ട്. കണ്ടോ നിങ്ങൾ, വലിയ ഇതിൻ്റെ അകത്ത് അതെന്തത് ബൈക്കൊക്കെയാണെന്ന് തോന്നുന്നു. ബൈക്കെല്ലാം കയറ്റി പോകുന്നുണ്ട് കേട്ടോ. ഈ സുമാത്ര ഐലൻഡ് അല്ലേ, അത് ഇന്തോനേഷ്യയിലെ ഐലൻഡുകളിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഐലൻഡാണ്. അതിനെ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ യാത്രാമാർഗ്ഗം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും 1 മണിക്കൂർ ഇടപെട്ടിട്ടുള്ള ഈ ഒരു ഫെറി തന്നെയാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോഴാണ് ശരിക്കും നമുക്കിതിൻ്റെ എക്സാക്റ്റ് ഒരു ഭൂപ്രകൃതി എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത്. ഇത് കണ്ടോ, മലയാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശം, അതിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രം പരന്നൊരു പ്രദേശമുണ്ട്. അവിടെ ആണ് ശരിക്കും ഈ ഒരു പോർട്ട് സിറ്റി ആയിട്ട് ഡെവലപ്പായി വന്നേക്കുന്നത്. ഓരോ ഭാഗത്തെയും ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി, മെയിൻ ബിൽഡിങ്ങായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ബ്രിഡ്ജുകളുണ്ട് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ നമ്മളുടെ കപ്പലിലെ എൻജിനീയേഴ്സ് അതിനെ അവിടെ ആയിട്ട് ബന്ധിപ്പിക്കാനുള്ള വട്ടമൊക്കെ സെറ്റാക്കി റെഡിയാക്കി ഇതാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നുണ്ടല്ലോ അടുക്കാറാകുമ്പോൾ നമുക്ക് മറ്റൊരു കാഴ്ച കൂടി കാണാം. പുറത്ത് കണ്ടോ നിങ്ങൾ, അവിടെ ഒരു ട്രെയിന് കൂടി കിടപ്പുണ്ട് കേട്ടോ.
അത് കൊള്ളാലോ, ഇവിടുന്ന് ട്രെയിൻ സർവീസ് ഉണ്ടോ ദൈവമേ. നമ്മുടെ ഈ ഒരു കപ്പലിനെ ആ ഒരു പോർട്ടുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നത് വടം വഴിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വടത്തിൽ കെട്ടിയേക്കുന്ന ചെറിയ വള്ളി ആദ്യം അവരിങ്ങനെ എറിഞ്ഞു കൊടുക്കും. അതിനുശേഷം അവർ ആ വടം വലിച്ചെടുത്ത് അവിടെയുള്ള ഒരു കുറ്റിയുമായി ബന്ധിപ്പിക്കുവേ. നമുക്ക് ഈ ഒരു ഡോറ് വഴി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വേണം എക്സിറ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് വണ്ടികളുടെ ആ ഒരു ബാഹുല്യം കാണാൻ കേട്ടോ. കാരണം നിങ്ങൾ എത്രമാത്രം ലോറികളും ബസ്സുകളൊക്കെയാണ് കിടക്കുന്നത്. ഞാനേ അറിയാതെ താഴത്തെ നിലയിലോട്ട് പോയി. അവിടെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. ഇത് രണ്ടാമത്തെ നിലയിലെ വണ്ടിയാണ്. നമ്മൾ ആളുകൾ ഇറങ്ങേണ്ടത് രണ്ടാമത്തെ നിലയിൽ കൂടിയാണ് അത്ര. ഇവരെല്ലാം വേഗം പിടിച്ച് പോകുന്നുണ്ട്. ഇവരുടെ പുറകെ അങ്ങോട്ട് പോവാം. യെസ്, ഇതാ എയറോ ബ്രിഡ്ജ് കണക്റ്റായി. ഇതിന് എയറോ ബ്രിഡ്ജ് തന്നെയല്ലേ പറയുക, ഇനിയിപ്പോൾ വാട്ടർ ബ്രിഡ്ജ് എന്ന് പറയുമോ? ഈ സാധനം കപ്പലായതുകൊണ്ട് നമ്മുടെ എയറോ ബ്രിഡ്ജ് പോലെ തന്നെയാണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. നമ്മൾ വന്ന ഷിപ്പിൻ്റെ അകത്തോട്ട് കയറാനുള്ള ആൾക്കാരാണ് കേട്ടോ ഈ നിൽക്കുന്നത്. ഇത് തുറന്നു കഴിഞ്ഞിട്ട് വേണം അവർക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. പോകേണ്ട ആൾക്കാർ നമ്മൾ ഇതാ ഇതിലേ ഇറങ്ങിപ്പോകും കേട്ടോ. ഫുള്ള് ബ്രിഡ്ജ് വെച്ചാണ് കണക്ടിവിറ്റി ചെയ്തേക്കുന്നത്. ഇതാ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് അവിടെ കാണാം, ട്രെയിനൊക്കെ അവിടെ കാണാം. അപ്പോൾ ട്രെയിനൊക്കെ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത ട്രെയിനിലൊക്കെ കയറി പോവാം കേട്ടോ. നമ്മൾ വന്ന ഷിപ്പിനോട് അവസാനമായി വീണ്ടും ഒരു ബൈ ബൈ ടാറ്റ. ഓരോ യാത്ര കഴിയുന്നതിനെ ഞാൻ വലിയ വലിയ ഷിപ്പിൻ്റെ വലുപ്പം കൂടി വരിക ചെയ്യുന്നത്. ഓ മൈ ഗോഡ്. തിരിച്ചിറങ്ങുമ്പോൾ ഇതുവരെ എന്നോട് ടിക്കറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല. അറിഞ്ഞുകൂടെ ഇനി ചോദിക്കോ ഇല്ല എന്നുള്ളത്. രണ്ടാം നിലയിൽ കിടക്കുന്ന വണ്ടി ഇതാ ഈ ഒരു ബ്രിഡ്ജ് വഴിയാണ് കേട്ടോ താഴോട്ടേക്ക് ഇറങ്ങി വരിക. ആ സംശയം വേണ്ട. ഇവിടെ ഇറങ്ങിയാലും ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചു തന്ന ആ ഒരു ബ്രിഡ്ജില്ല, ആ ബ്രിഡ്ജ് വഴി പോകാനായിട്ട് നമ്മളെ വീണ്ടും തിരിച്ച് കയറ്റി വിടും കേട്ടോ. ആ ബ്രിഡ്ജ് വഴി നമ്മൾ പോകണം. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ, ഞാൻ ശ്രീലങ്ക പോകുന്നത് വരെ ജീവിതത്തിൽ ഇതുവരെ ഷിപ്പിൽ ഞാൻ കയറിയിട്ടില്ലായിരുന്നു. അതിനെ ഷിപ്പെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളൊരു വാഗ്വാദം ഇപ്പോഴും കിടപ്പുണ്ട്. എന്നാലും അതിനുശേഷം ഞാനിതാ ഇന്തോനേഷ്യയിൽ വന്നതിന് ശേഷം മുഴുവൻ ഇപ്പോൾ ഷിപ്പിൻ്റെ പൊക്കത്ത് തന്നെയാണ് കേട്ടോ കളിയെ. എനിക്ക് ചിന്തിക്കാൻ പോയി. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കയറാത്ത. പണ്ട് ഞാൻ ബൈക്ക് ഒരുപാട് കൊതിച്ച സാധനമാണ് ബൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ബൈക്ക് കിട്ടിയപ്പം ബൈക്കിൽ തന്നെ നിങ്ങൾ കണ്ടതല്ലേ, ഞാൻ ബൈക്കിലൊക്കെ എത്ര യാത്ര ചെയ്തു. അതിനുശേഷം കാർ എന്ന് പറയുന്ന സാധനം, ഞാൻ കാറിൽ ഒരു പ്രായം വരെ ഞാൻ കാറിൽ കയറിയിട്ടേ ഇല്ലായിരുന്നു. പിന്നീട് കാറായി, സ്വന്തമായിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ ആയി, അങ്ങനെയൊക്കെ ആയി. പിന്നെ ഫ്ലൈറ്റിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് നേപ്പാൾ പോകുന്ന ആ ഒരു യാത്രയിലാണ്. അതിനുശേഷം ആ ഒരു യാത്ര തന്നെ ഹെലികോപ്റ്ററിലടക്കം കയറി. പിന്നീട് എപ്പോഴും യാത്ര ഫ്ലൈറ്റിലൊക്കെ ആയി. കിട്ടാതെ കിട്ടുന്ന സാധനം എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇനി എനിക്കിപ്പം കിട്ടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൂടെ ഒരു വാക്കിങ് നടത്തം ട്രിപ്പ് ആ ഒരു രീതിയിൽ യാത്ര പോകണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമാണ്. അതുകൂടാതെ ഗൾഫ് കൺട്രീസ്, ഞാൻ ഇതുവരെ ഗൾഫ് കൺട്രീസിൽ പോയിട്ടില്ല. അപ്പോൾ അങ്ങോട്ടേക്കും പോകണം എന്നൊക്കെ ഉള്ളത്. മേ ബി ഇനിയിപ്പം ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം തന്നെ ആയിരിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. കണ്ടറിയണം. എല്ലാ ഭാഗ്യം തുടങ്ങിക്കട്ടെ അല്ലേ. ടെർമിനൽ എക്സ്പ്രസ് വലത്തോട്ട്, ടെർമിനൽ ബസ് ഇടത്തേക്ക്. വലിയ കിടിലം പോലത്തെ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഇതിപ്പോൾ കൊള്ളാല കളി. നോക്കി നമ്മൾ നേരെ ഒരു ബസ് സ്റ്റാൻഡിലേക്കാണ് വന്നിറങ്ങുന്നത്. അവിടെ എല്ലാം പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ബസ്സുകൾ കിടപ്പുണ്ട്. അപ്പോൾ ലോക്കലായിട്ട് പോകണമെങ്കിൽ നമുക്ക് അങ്ങനെ പോകും. അതല്ല ജക്കാർത്ത ഡയറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകും. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നും ജക്കാർത്തയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ബസ് കിട്ടും കേട്ടോ. ഇതാണ് ബസ് ടെർമിനലിൻ്റെ ഭാഗം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഓട്ടോ, വണ്ടി, ടാക്സി, അതിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ വന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. അതുകൂടാതെ ഉണ്ടല്ലോ, കപ്പൽ നമുക്ക് ലോക്കലി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്ലാതെ നമുക്ക് ബുക്ക് ചെയ്യാനും കൂടി പറ്റും കേട്ടോ. അത് ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്യാവേ. റെഗുലർ എനിക്ക് തോന്നുന്നത് നമ്മുടെ ലോക്കൽ സർവീസുകൾ. ഇനിയിപ്പോൾ ഇവിടെ ഭയങ്കര ശല്യമായിരിക്കും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകണോ, ഇവിടെ പോകണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ അറൈവലാകുന്ന സ്ഥലത്താണ് ടൂറിസ്റ്റുകൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ ഇവിടെ നിന്ന് വിടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയ ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനേ കുറച്ച് നേരം ടെർമിനലിൻ്റെ അവിടെ ഇരുന്നതിന് ശേഷം സൂര്യൻ ഇത് അസ്തമിക്കാനായിട്ട് പോവുകയാണ്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഈ ഒരു സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടുത്തെ ഒരു ഏകദേശം അന്തരീക്ഷം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കട്ടെ. മെറക്കിൻ്റെ ടൗൺ ഏരിയകൾ, ഇവിടെ നിന്ന് അങ്ങനെ ആ ടൗൺ ഏരിയകളാണ്. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സ്മെല്ല്. ഹായ്. ഈ ഒരു സൈഡിൽ കുറേ ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നടക്കട്ടെ. നമുക്ക് ഏതെങ്കിലും ഒരു നൈസ് ഷോപ്പിൽ കയറിയിട്ടേ ഒരു ചായ കുടിക്കണം. അപ്പം നമുക്ക് ഇവിടുത്തെ ചെയ്യാനുള്ള ഐഡിയ ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. പതുക്കെ ആകാശമൊക്കെ ചുവന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ തട്ടുകടകളുണ്ട് കേട്ടോ. ഇതുപോലത്തുള്ള നാസി ഉഡക്ക്, നാസി ഗൊരങ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് ആണ് എന്നുള്ളത് എനിക്കറിയാം. ഇവിടെ നിങ്ങളൊരു കാഴ്ച കണ്ടോ, ഇത് ഇവിടുത്തെ ലോക്കൽ ടാക്സിയാണ് പോകുന്നത്. ഇതുണ്ട് ഈ ഒരു റെയിൽവേ ലൈൻ വരുന്നത്. അത് ഈ ഒരു സൈഡിൽ കൂടി ഇത് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചേരീൻ്റെ ഉള്ളിൽ കൂടിയാണ് റെയിൽവേ ലൈൻ അങ്ങനെ കടന്നു പോകുന്നത്. നമ്മളെ അപ്പുറത്തെ സൈഡിലൊന്നും കണ്ടതുപോലല്ല. ഇവിടെ പെട്ടെന്ന് എന്താ പറയുക, ഒരു ഏകദേശം ഒരു ചേരി പ്രദേശമൊക്കെ ഇല്ല, അതുപോലുള്ളൊരു സ്ഥലത്തേക്ക് വന്ന പോലുണ്ട്. കുറച്ച്
ഒരു ഇടുങ്ങിയൊരു മേഖല, ചെറിയ അത്ര വലിയ വിശാലമൊന്നുമല്ല, അത്ര വലിയ പണക്കാരൊന്നുമല്ല ഈ ഒരു മേഖലയിലുള്ളവരെന്ന് തോന്നുന്നു. ഇവിടങ്ങളിലെല്ലാം ഉണ്ടല്ലോ, ഇതുണ്ട നമ്മളുടെ സുനാമി വന്നിട്ടുണ്ടെങ്കിൽ എസ്കേപ്പ് ചെയ്യേണ്ട റൂട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ബോർഡുകളുണ്ട്. ഇതെല്ലാമാണ് ഇവിടുത്തെ ചെറിയ മാർക്കറ്റുകൾ കേട്ടോ. ആൾക്കാരൊക്കെ എന്നെ അത്ഭുതപരമായിട്ട് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ്, ഫ്രണ്ട്ലി ആണോ അതോ കുറച്ച് ക്രൂരക്കാരാണോ എന്നുള്ളതൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എന്തായാലും ഞാനങ്ങോട്ട് നടക്കുകയാണ്. അധികമൊന്നും നടക്കാനില്ല, കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിരപ്പ് പ്രദേശം അവസാനിക്കും, അങ്ങോട്ടേക്ക് മലനിരകൾ തുടങ്ങും കേട്ടോ. ആൾക്കാർ ചിരിക്കുന്നൊക്കെയുണ്ട്, അപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നട്ടെ. ഇവിടുത്തെ വീടുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഒരു ഓടുമേഞ്ഞ മേൽഭാഗം കൂർപ്പിച്ച ആ ഒരു രീതിയിലുള്ളതാണ്, പഴയ ബിൽഡിങ്ങുകളാണ്. അതെ, ഇതൊക്കെയാണെങ്കിലും പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഈ ഒരു റോഡ് നമ്മളെ നേരെ എത്തിക്കുന്നത് ഇങ്ങനെയൊരു ഇടവഴിയിലേക്കാണ്, ജംഗ്ഷനിലേക്കാണ്. ഇവിടെ ഇഷ്ടംപോലെ തേങ്ങ ഇരിപ്പുണ്ട്. തേങ്ങ കിട്ടുമോ? തേങ്ങ വെള്ളമുണ്ടോ നോക്കട്ടെ. കുറേ തേങ്ങയുണ്ട്. ആ ചേട്ടൻ ഉള്ളിൽ നിന്ന് എന്തോ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറയും ഉണ്ട്, പക്ഷേ അവിടെ ഈ ടൂറിസ്റ്റുകൾ മെയിനായിട്ട് വരുന്ന ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ക്രോസ് ചെയ്ത് ഞാൻ ഇപ്പോൾ വന്നില്ല. 10,000 രൂപ കേട്ടോ, അതായത് നമ്മുടെ 50 രൂപ. ഞാൻ ഈ ഒരു ജംഗ്ഷനിൽ നിന്നും കടലിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തേക്ക് നടക്കുകയാണ്. ഇത് അങ്ങോട്ടേക്ക് ഈ കാണുന്ന വീടുകളൊക്കെ കണ്ടോ നിങ്ങൾ? ഇതൊക്കെയാണ് ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഇവരുടെ വാസകേന്ദ്രം. ഇവിടെ നിന്നും ഓടിട്ട ബിൽഡിങ്ങുകൾ ഇതാ മേലോട്ടേക്ക് കയറി പോകുന്നുണ്ട്. ഇതങ്ങ് ആ ഒരു മലയുടെ മേലെ വരെ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. ഇതാണ് ഇടവഴി. സുനാമി വന്നിട്ടുണ്ടെങ്കിൽ മേലോട്ട് കയറി പോകാനുള്ള ബോർഡ് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പുതുതലമുറ. ഇതിൽ ഞാനിപ്പം നടന്നുകൊണ്ട് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നുമില്ല. ഒരു സ്ഥലത്ത് വന്നിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-5 കിലോമീറ്റർ നടന്നാലേ എനിക്കൊരു മൂഡ് വരത്തുള്ളൂ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല കേട്ടോ, ഇതിൻ്റെ ഭൂപ്രകൃതി, ഇതിൻ്റെ ഒരു ആളുകളുടെ ഒരു നേക്ക് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു നടത്തമാണ്. ഇവിടെ ഇങ്ങനെ നടന്നെത്തിയപ്പോൾ ഉണ്ടല്ലോ, ഇതൊരു മസ്ജിദാണ്. അതെ, മസ്ജിദാണ്. ഇവിടെ വലിയ ഇതുകൊണ്ടാണ് എന്തോ ഒരു വാദ്യോപകരണം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ വാണിംഗ് തരാൻ, ഹലോ വാണിംഗ് തരാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. അതാണ് ഇവിടുത്തെ യുദ്ധം. ഇവിടെ ഇതെന്താ ഇത്? സാത്തേ. സാത്തേ ഇതവർ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് നാടൻ സാത്തേ. ഒന്നുകൂടി ട്രൈ ചെയ്താലോ? ഹായ് സാത്തേ. സാത്തേ സാത്തേ മറാങ് പതാങ് നോ പതാങ്. ഓക്കെ, ഇത് ഇവിടുത്തെ സാത്തയാണ് കേട്ടോ. എന്നാൽ ട്രൈ ചെയ്ത് നോക്കിയാലോ? ഒന്ന് സാത്തേ ട്രൈ ചെയ്യാം. ബാ. സാത്തേ ചിക്കൻ ഹൗ മച്ച്? അത് ഇംഗ്ലീഷിൽ പറയാൻ അറിഞ്ഞൂടാ. 20. അവർക്കത് മനസ്സിലായിട്ടില്ല എത്രയാണെന്നുള്ളത് ഇംഗ്ലീഷിൽ പറയാൻ അറിഞ്ഞൂടാ കേട്ടാ. ഓക്കെ, ഇതാണ് കേട്ടോ റേറ്റ്. അതായത് 15 രൂപ. നമുക്ക് അവിടെ 20 രൂപയായിരുന്നു. ഇങ്ങനെ ഇവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ സൗഹൃദം സ്ഥാപിക്കുക. ഒന്നിന് അറിഞ്ഞൂടാ, ഒന്നിനെന്നിങ്ങനെ പറയുന്നത് നോക്കട്ടെ. 1 സാത്തു യെസ് പറഞ്ഞു കൊടുത്തു കേട്ടോ. അതാ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ മെയിൻ ഇത്. കാര്യം മനസ്സിലായി എന്തിനാണ് ഞാൻ വന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവർക്ക് കുറേ കൂടി ഫ്രണ്ട്ലി ആകും. ഗിത്താറൊക്കെ ഇരിപ്പുണ്ട്. ആരോ പാട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. കൂടാതെ ഇവിടുത്തെ അമ്മൂമ്മമാരാണ്. അവർ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇങ്ങനെ വെടിവെട്ടമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇവിടെ കടയിൽ. ആ ഒരു ചേട്ടൻ്റെ ഷോപ്പാണ് കേട്ടോ അത്. എന്തോ തമാശ പറഞ്ഞു കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിതാ ആ കാണുന്നതാണ് നമ്മളുടെ പോർട്ട് ബിൽഡിങ് കാണാൻ പറ്റും. കുറച്ച് മലയുടെ മേലോട്ടൊക്കെ കയറിയ ഞങ്ങൾ ട്രാവൽ ബ്ലോഗർ. ഫ്രണ്ട്സ്, ഇവിടുത്തെ സാത്തേ വന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. നോക്കി നിങ്ങൾ, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ ചിക്കൻ്റെ സൂപ്പ്, ഈ സാധനമില്ലേ, ഇത് സെപ്പറേറ്റ് ആണ് ഇവിടെ വരുന്നത്. ഇത് ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യുമല്ല, മസാല ഇവർ സെപ്പറേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ പതാങ്ങിൻ്റെ സാത്തയും ഇവിടുത്തെ സാത്തയും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. സാത്തേ മറാങ്. ഓക്കെ, ടേസ്റ്റി, നൈസ്. നമ്മളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരിക്കും ആ ഒരു ഉപകരണത്തിൽ നമ്മൾ കൊട്ടു വെക്കുന്നുണ്ട്. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായിട്ട് കൊട്ടുന്നതാണ് കേട്ടോ.
ബൈ ബൈ. ഓക്കെ, ഒരുപാട് ആൾക്കാർ കൂടി കേട്ടോ ഇപ്പോൾ. എന്തായാലും വാ, നമുക്കിനിയിപ്പോൾ തിരിച്ച് നമ്മളുടെ പോർട്ടിലേക്ക് നടക്കാം. ഇതിലെ ഒരു ഇടവഴി കണ്ടപ്പം കുറച്ച് ആളും വെളിച്ചമൊക്കെ ഉള്ളൊരു റോഡാണ്. ഞാൻ ഇതിലേ ഇറങ്ങിയേ. ശരിക്കും അവിടെ പോയി സാത്ത കഴിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. പിന്നെ ആൾക്കാരുമായിട്ടൊക്കെ മിണ്ടും പറയുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി സാത്ത കഴിച്ചതാണ്. പക്ഷേ മറ്റേ സാധനം അവർ കൊണ്ടുവന്ന് വെച്ചത് വേണ്ടാന്ന് പറയാനുള്ള ഇവിടുത്തെ ഭാഷ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതും സാത്തയുടെ കൂടെ മിക്സ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ല, അത് സെപ്പറേറ്റ് ആണ് കേട്ടോ. എൻ്റെ ഉള്ളിലെ ശരിക്കും ആളുകൾ കുറവാണെങ്കിലും അത്ര വലിയൊരു ഭീകര അന്തരീക്ഷമൊന്നുമില്ല കേട്ടോ. കാണുന്ന ആൾക്കാരെല്ലാം ചിരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വിഷ് ചെയ്യുന്നുണ്ട്. ദൈവമേ, റോഡ് ഇടുങ്ങിയില്ലോ. അതെന്താ, മുമ്പിലൊരു ബൈക്കാരൻ പോകുന്നുണ്ട്, അയാളുടെ പുറകെ ഞാൻ വെച്ച് പിടിക്കുന്നത്. ഇത് ശരിക്കും ഉണ്ടല്ലോ മെയ്സ് റണ്ണർ സിനിമ പോലെയായി. ഇതിൻ്റെ ഉള്ളിൽ കൂടിയെല്ലാം കുറച്ച് നേരമായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുക. മെയിൻ റോഡാണെങ്കിൽ ഇവിടെ കാണാനുമില്ല. സുനാമി വരുമ്പോൾ ഉള്ള ബോർഡ് കാണുന്നുണ്ട്. ഓരോ വഴിയും ഇങ്ങനെ ഇതുപോലെ മസ്ജിദുകളുടെ എവിടെയാണ് വന്ന് ചേരുന്നത്. അങ്ങനെ മസ്ജിദിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഒരു ആശ്വാസം, ഒരു സമാധാനം. കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. തിരിച്ച് നമ്മളുടെ മെയിൻ ജംഗ്ഷനിലേക്ക് തന്നെ വന്നു കേട്ടോ. ഇവിടെ വണ്ടി ബഹളം മാള് ഒക്കെയാണ്. ഞാൻ എന്തായാലും തിരിച്ച് നമ്മളുടെ പോർട്ട് ഇരിക്കുന്ന ഒരു ഏരിയ, അതാണ് ശരിക്കും കുറച്ച് സേഫ്. ആൾക്കാർ നമുക്കൊന്ന് ഇരിക്കാനൊക്കെ പറ്റുന്നത് രാത്രിയിൽ. ഇവിടെ അങ്ങോട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഷോപ്പുകളൊക്കെ അടച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കായി പോകും. തിരിച്ച് ഞാൻ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ വന്നെത്തി. ഇവിടെ ഒച്ചപ്പാടും ബഹളവും കണ്ടത് തല്ലുകൂടുന്നതല്ല കേട്ടോ. ശരിക്കും ഓരോ ഷിപ്പിൽ ആൾ വരുമ്പോഴും ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബസ്സുകാരുടെ ഒരു ബഹളമാണത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒരു പ്ലാൻ ഉണ്ട് നമുക്ക് എന്നുള്ളത്. പക്ഷേ ആ പ്ലാൻ നൈസായിട്ട് അങ്ങോട്ട് പാളിയിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ സീറോ പ്ലാനുമായിട്ടാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യണം, ഏതാക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ഫൈനലായിട്ടില്ല. ആക്ച്വലി ഞാൻ അധികം ടെൻഷനാക്കുന്നില്ല. നമ്മളെ ഇന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരാനിരുന്നതാണ് ഇവിടെ. നമുക്കിവിടുത്തെ ഗ്രാമങ്ങളിലോട്ടൊക്കെ പോകണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് പക്ഷേങ്കിൽ ചെറിയൊരു പ്രോബ്ലം ആ ഒരു ഓൺ ദ വേയിൽ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇന്ന് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പില്ല. സോ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ മുമ്പോട്ടേക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുവാണ്. എന്തായാലും ആ കൺഫ്യൂഷനും മാറ്റിയിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാലോ, ഒരു സീരിയൽ മൂഡിൽ. ഇനി അടുത്തത് എന്തായിരിക്കും, എങ്ങനെയാകും എന്നൊരു ടെൻഷൻ എൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ, സ്നേഹം മാത്രം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ കൂടെ കൂടാമോ? വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.